വചനമൊഴി ജനുവരി 18. വചനഭാഗം എഫേസൂസ് 4:1-6, യോഹന്നാന്റെ സുവിശേഷം 17:6-11. എല്ലാ വർഷവും ജനുവരി മാസം 18 മുതൽ 25 വരെ സഭൈക്യ വാരമായാണ് ആചരിക്കുന്നത്. അപ്പസ്തോലിക പാരമ്പര്യത്തിലുള്ള സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയും പരസ്പര സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനും പരസ്പരം പ്രാർത്ഥിക്കുന്നതിനും ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതിനുമുള്ള അവസരമായി ഈ ഒരാഴ്ച കാലം ആചരിക്കുന്നു. മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മ എന്ന നിലയിൽ എല്ലാ സഭാ സമൂഹങ്ങളും ഒന്നിച്ചു ചേരുന്നതാണ് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭ. മിശിഹായുടെ മൗതിക ശരീരമായ സഭയുടെ ഭാഗമെന്ന നിലയിൽ ഒന്നായി വർത്തിക്കേണ്ടവരാണ് എല്ലാ വിശ്വാസികളും. സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ആയിരിക്കേണ്ടവരാണ് വ്യത്യസ്ത അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽപ്പെട്ട സഭാ സമൂഹങ്ങൾ എന്ന് സഭൈക്യവാരാചരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ തൃത്വത്തിലെ വ്യത്യസ്ത വ്യക്തികളായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്നത് പോലെ വ്യത്യസ്ത സഭാ സമൂഹങ്ങളും മിശിഹായുടെ ഏക ശരീരത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഒന്നാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ മാതൃകയിൽ വിശ്വാസ സമൂഹം ഒന്നായിരിക്കുന്നതിനു വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത്. മിശിഹായുടെ വചനം സ്വീകരിക്കുകയും കൂട്ടായ്മയിലും സ്നേഹത്തിലും വളർന്നു വരുവാൻ സഭാ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഭയിൽ എവിടെ മുറിവുകൾ ഉണ്ടായാലും മിശിഹായുടെ ശരീരത്തിനേൽക്കുന്ന മുറിവുകളാണ്. അത് എല്ലാ സഭാ സമൂഹങ്ങളെയും വേദനിപ്പിക്കുന്നതാണ്. എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നൽകുന്നതും ഐക്യത്തിനുള്ള ആഹ്വാനമാണ്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായുമുള്ള സഭാ സമൂഹങ്ങൾ ഒരു ശരീരവും ഒരാത്മാവുമുള്ളവനായിരിക്കണമെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഒരു ശരീരം മിശിഹായുടെ ശരീരമായ സഭയാണ്. ഒരാത്മാവ് സഭയെ നയിക്കുന്ന ദൈവത്തിന്റെ റൂഹായാണ്. ദൈവാരൂപിയാൽ നയിക്കപ്പെട്ട് മിശിഹായുടെ മൗതിക ശരീരത്തിന്റെ ഭാഗമായി വർത്തിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.